ഹായ് എല്ലാവർക്കും വിജയ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചോദിക്കുക എന്തിനാണ് ഈ കേസ് തൊട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പേപ്പർ കെട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാനെന്നുണ്ടല്ലോ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി, കണ്ണിന് പൊന്നായിട്ടുള്ള ഒന്നാണ് പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അത് കാണിച്ചു തരാം. ഇതുകൊണ്ടാണ്, ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. വളരെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. പണ്ടൊക്കെ ഇത് ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ട് തോരൻ വെച്ച് കഴിക്കുക, നല്ല ടേസ്റ്റിയാണ്. അല്ലാതെയും കഴിക്കാം. പക്ഷെ അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് ഇത് സമൂലം ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് കുടിച്ചാൽ മതി. പൊന്നാങ്കണ്ണി ചീര ആവശ്യമുള്ളവരൊന്ന് വിളിച്ചോട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം, ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാം. പൊന്നാങ്കണ്ണി ചീരയെപ്പറ്റി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു അത്ഭുതകരമായൊരു കാര്യമാണ്. പൊന്നാങ്കണ്ണി ചീരയിൽ വൈറ്റമിൻ എ ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് കണ്ണിന് കൂടുതൽ ഉത്തമമെന്ന് പറയുന്നത്. കണ്ണിന് പൊന്നാണെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അതായത് കണ്ണിലെ അസുഖങ്ങൾക്ക് കാഴ്ച ശക്തി കൂടുതൽ കിട്ടാൻ ഒക്കെ ഈ പൊന്നാങ്കണ്ണി ചീര ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും അത്ഭുതകരമായിട്ടുള്ള വന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിന് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധ സസ്യമാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്നുള്ളതാണ്. അതിൻ്റെ സാക്ഷ്യപത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ബ്ലഡ് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടാണ്. ഞാൻ എല്ലാ വർഷവും ബ്ലഡ് പരിശോധിക്കാറുണ്ട്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ വർഷം ആദ്യം 2025 ആദ്യം ഞാൻ ബ്ലഡ് പരിശോധിച്ചപ്പോൾ എനിക്ക് ഹൈപ്പോ തൈറോയിഡിസം 9.26 തൈറോയിഡിൻ്റെ അളവുണ്ടായിരുന്നത്. ഇതാണ് 9.26. ഒബ്സർവ്ഡ് വാല്യൂ ആണ് കാണിക്കുന്നത്. ബയോളിക്കൽ റെഫറൻസ് റേഞ്ച് ആൻഡ് യൂണിറ്റ് ഉള്ളത് എബോവ് 18 ഇയേഴ്സ് 0.34 to 5 ആണ് വേണ്ടത്. പക്ഷേ അതിന് 9.26 ഉണ്ടായിരുന്നു. ഞാൻ മറ്റൊരു ഡോക്ടറെ കണ്ടു ഇതുമായിട്ട്. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു തൈറോയിഡിൻ്റെ ഗുളിക 90 ദിവസം കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് ഗുളിക ഞാൻ 250 രൂപ മുടക്കി ഒരു പാക്കറ്റ് ഗുളിക മേടിച്ചു. പക്ഷേ അത് പൊട്ടിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഇരുപണി ഞാൻ കഴിച്ചില്ല. അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ പൊന്നാങ്കണ്ണി ചീര പറിച്ചെടുത്തിട്ട് സമൂലം അരച്ച് ഒരു പിടി പറിച്ചെടുത്തു. എന്നിട്ട് അരച്ച് അതിന് നീര് ഒരു 3 ദിവസം കഴിച്ചോളൂ. അതിന് ശേഷം ഞാൻ വീണ്ടും അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒന്ന് പരിശോധിച്ച് നോക്കി. ബ്ലഡ് ഈ തൈറോയ്ഡ് മാത്രം പരിശോധിച്ചു. അപ്പോൾ ഇതാ 3.58 നോർമലായി. അത് ഒബ്സർവ്ഡ് വാല്യൂ. ബയോളിക്കൽ റെഫറൻസ് റേഞ്ച് ആണെങ്കിൽ എബോവ് 18 ഇയേഴ്സ് 0.34 to 5 വരെ ആകാം. 3.58. രണ്ടാമത് വീണ്ടും ഞാൻ ഇതും കൊണ്ട് ഡോക്ടറെ എടുത്തു. ഇത് നോർമലായല്ലോ, എന്നാ കഴിച്ചത്? ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഒറ്റമൂലി കഴിച്ചാൽ ഇത് പൊന്നാങ്കണ്ണി ചീര കഴിച്ചായിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മരുന്ന് കഴിച്ചെന്നേ പറഞ്ഞുള്ളൂ. കാരണം ഈ അലോപ്പതി ഡോക്ടർമാർക്കൊന്നും ഈ ഇങ്ങനത്തെ ഒക്കെ കഴിച്ചെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ ഒറ്റ ഗുളിക പോലും കഴിച്ചിട്ടില്ല, പൊട്ടിക്കാതെ അത് അവിടെ ഇരിപ്പുണ്ട്. ഇത് ആണ് കഴിച്ചത്. അത് അത്ഭുതകരമായ ഒരു ഔഷധം കൂടിയാണിത്. ഹൈപ്പോ തൈറോയിഡിസത്തിന് 3 ദിവസം കഴിച്ചതേ ഉള്ളൂ. 3 ദിവസം കഴിച്ചപ്പോഴത്തേന് നോർമലായി എന്ന് പറഞ്ഞാൽ ഈ 100 ഗുളിക കഴിക്കേണ്ട 100 ദിവസം 100 ഗുളിക കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതല്ല, അത്രയും ഗുണകരമാണ് ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. എല്ലാവരും കഴിക്കണം. എല്ലാവരുടെയും വീട്ടിൽ ഇത് ഒരു മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കണം. എല്ലാവരും ഇത് കഴിക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കഴിക്കണം. അത് മാത്രമല്ല, തോരനായിട്ട് കഴിക്കുകയും ചെയ്യാം. നിത്യം കഴിച്ചുകൊണ്ടിരുന്നാലും ഏറ്റവും നല്ലതാണ്. അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. കമൻറ്റ് ഇടാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വിജയ്.